ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മഹിയുടെ അരികിലെത്തി മാളൂട്ടി വീണ്ടും ഗംഗ ആ റൂമിൽ തന്നെ കാണുമെന്ന് നിർബന്ധം പറയുന്നത് കേട്ട് മഹി മാളുവിനെ സമാധാനിപ്പിച്ചു. മോളെ, ഇവിടെ അങ്ങനെ മനുഷ്യക്കാർക്ക് നിൽക്കാനാവില്ല എന്ന് സമാധാനപ്പിടിച്ചുകൊണ്ട് അവിടുന്ന് മാളുവിനെയും കൂടി പോകാൻ തുടങ്ങിയപ്പോഴാണ് ഫ്രീക്കിയുടെ കഴുത്തിൽ കിടന്നിരുന്ന ആ മണി മഹിയുടെ കാല് തട്ടി ആ നിലത്തുകൂടി ഉരുണ്ടുപോകുന്നത്. അത് കണ്ട ഉടനെ തന്നെ മാളൂട്ടി പറഞ്ഞു, അച്ഛാ, ഇത് ഞാൻ ഫ്രീക്കിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിരുന്നതാണ് എന്ന് പറഞ്ഞതും മഹിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ശരിയാണ്, അവർ ഇവിടെ എവിടെയെങ്കിലും കാണാനുള്ള സാധ്യതയുണ്ട് എന്ന് മഹിക്ക് ബോധ്യമായി. ഈ സമയത്ത് അപ്പുറത്ത് മാറി നിന്ന ഗൗരിയുടെ ആത്മാവും ആ കാഴ്ച കണ്ട് മഹി അത് മനസ്സിലാക്കിയതിന്റെ സന്തോഷത്തിൽ പുഞ്ചിരിച്ചു. ഉടനെ തന്നെ മഹി ആ ഫ്രീക്കിയുടെ ആ മണി കയ്യിലെടുത്തുകൊണ്ട് വേഗം ACP സാറിന് അരികിലേക്ക് ഓടിയെത്തി. സാർ, ഇത് ഫ്രീക്കിയുടെ കഴുത്തിൽ മോള് കെട്ടിക്കൊടുത്തിരുന്ന അവരെ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് തോന്നുന്നു സാർ എന്ന് പറഞ്ഞതും ഉടനെ ACP സാർ പറഞ്ഞു, ശരിയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് സെർച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ വേഗം ആ കോൾഡ് സ്റ്റോറേജിന് മുന്നിലേക്ക് എത്തി. അവിടെ വന്നതും ഇതിനുള്ളിൽ ഗംഗയുണ്ട് എന്ന് വീണ്ടും മാളൂട്ടി പറയുമ്പോൾ ACP സാറ് അതൊന്ന് നോക്കി. ഇവിടെ കാണാൻ വഴിയുണ്ടോ മഹി? ഇതിനകത്ത് അങ്ങനെ ഗംഗ പെട്ടിട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോ മഹി പറഞ്ഞു, ഇതിനകത്ത് ഇത്രയും തണുപ്പുള്ളതല്ലേ സാർ, അതിനകത്ത് ഗംഗ കാണുമോ? അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് മഹിയും മറുപടി നൽകുന്നു. ഈ സമയത്ത് അതിനുള്ളിൽ ഒരു കാരണവശാലും ഉണ്ടാവില്ലെന്നുള്ള വിശ്വാസത്തിൽ, അത് മാത്രമല്ല ഇത് പുറത്തുനിന്ന് ലോക്ക്ഡ് ആണല്ലോ എന്നുകൂടി പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് അവിടെ കൂടെ ഉണ്ടായിരുന്ന മഹിയുടെയും ഒപ്പം വന്ന രാഹുൽ തൽക്കാലം അവിടുന്ന് അത് രക്ഷപ്പെട്ടതിന്റെ സമാധാനത്തിൽ ഇനിയും ഗംഗയെ കണ്ടെത്താൻ കഴിയാതെ അവർ ഇനിയും കുറെ നേരം കൂടി ഇതേ രീതിയിൽ തന്നെ അന്വേഷണം തുടർന്നു പോകട്ടെ എന്ന ആശ്വാസത്തിൽ അവിടുന്ന് മഹിയെയും ACP സാറിനെയും വഴിതിരിച്ചു വിട്ടതിന്റെ സന്തോഷത്തിൽ രാഹുൽ വേഗം അവരുടെ പിന്നാലെ ഓടി. ഈ സമയത്ത് ഗൗരിയുടെ ആത്മാവ് ആകെ ടെൻഷനിലായി. ഇനിയും ഇവിടെ ഇങ്ങനെ കാത്തു നിന്നിട്ട് കാര്യമില്ല. മഹിയേട്ടന്റെ കൺമുന്നിൽ എത്രയും വേഗം ഗംഗയെ കണ്ടെത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ മഹിയേട്ടനും മറ്റുള്ളവരും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഗംഗയുടെ ആത്മാവിന് ഗംഗയുടെ മരണം ഉടനെ സംഭവിക്കും. ഗംഗയുടെ ജീവന് ആപത്തുണ്ടാവും. അതിന് അനുവദിച്ചുകൂടാ എന്ന് ചിന്തിച്ചുകൊണ്ട് വേഗം എന്താണ് ഒരു പോംവഴി എന്ന് ഗൗരി ചിന്തിച്ചു. ഉടനെ തന്നെ ഗൗരി ആ റൂമിലേക്ക് ഓടിയെത്തി. ഗംഗ കിടക്കുന്ന ആ റൂമിനുള്ളിലേക്ക് കയറിയതിനു ശേഷം എന്താ ഒരു പോംവഴി എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ഇരുന്ന ആ സ്റ്റാൻഡിന് മുകളിൽ കുറെ പ്ലേറ്റുകളും പാത്രങ്ങളും ഒക്കെ ഇരിക്കുന്നത് ഗൗരിയുടെ ആത്മാവ് ശ്രദ്ധിച്ചില്ല. വേഗം തന്നെ ഗൗരി തന്റെ ശക്തി പ്രയോഗിച്ച് അതിൽ അവിടെ ആ സ്റ്റാൻഡിലിരിക്കുന്ന ഓരോ പാത്രങ്ങളും താഴേക്ക് വലിച്ചിടുന്നു. അങ്ങനെ പാത്രം വീഴുന്ന ശബ്ദം അതിലെ തിരിച്ചു നടക്കുന്ന മഹിയുടെ കാതിൽ കേൾക്കാനിടയായി. എന്തോ ശബ്ദം അവിടെ കേട്ടതിന്റെ ആശ്വാസത്തിൽ മഹി വേഗം പിന്തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ACP സാർ ചോദിച്ചു, എന്താ മഹി, എന്തു പറ്റി? മഹി വേഗം തന്നെ ആ കോൾഡ് സ്റ്റോറേജിന്റെ വാതിലിന് മുന്നിലേക്ക് ഓടിയെത്തി. അവിടെ വന്ന് അല്പനേരത്തേക്ക് മഹി കാതോർത്തു. സർ, ഇവിടെ എന്തോ ശബ്ദം ഞാൻ കേട്ടു, എന്തോ വീഴുന്ന ഒച്ച പോലെ കേട്ടു എന്ന് മഹി അറിയിച്ചു. അത് കേട്ടതും ACP സാറും കാതോർത്തു. ഇല്ലല്ലോ, ഇവിടുന്ന് ഒന്നും ഒച്ച കേൾക്കുന്നില്ലല്ലോ എന്നായിരുന്നു ACP സാറിന്റെ മറുപടി. അല്പനേരത്തേക്ക് മഹി കാതോർത്തിട്ടും അവിടുന്ന് വേറെ ശബ്ദമൊന്നും കേൾക്കാത്തതോടെ അവർ രണ്ടുപേരും കൂടി നിരാശരായി അവിടെ നിന്ന് നടക്കുന്നു. ഈ സമയത്ത് അവിടെ നിന്ന് ഗൗരിയുടെ ആത്മാവ് വീണ്ടും ഇനി ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ലെന്നും എത്രയും വേഗം ഇതിനകത്ത് ആളുണ്ടെന്ന് മഹേട്ടിനെ ബോധ്യപ്പെടുത്തണം എന്ന് തീരുമാനിച്ച് വീണ്ടും ഗൗരിയുടെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്ന ആ സ്റ്റാൻഡിലെ ഓരോ പ്ലേറ്റുകളും വലിച്ച് നിലത്തേക്കിടുന്നു. മഹിയേട്ട, ഇതിനുള്ളിൽ തന്നെ ഗംഗയുണ്ട്, ഇവിടേക്ക് വാ മഹിയേട്ട എന്ന് വീണ്ടും ഗൗരിയുടെ ആത്മാവ് വിളിച്ച് പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഉടനെ തന്നെ വീണ്ടും ഓരോ പ്ലേറ്റുകൾ താഴെ വീണ ശബ്ദം കേട്ട് മഹി ഓടി അവിടേക്ക് എത്തുമ്പോൾ ഗൗരിയുടെ ആത്മാവ് ആ പ്ലേറ്റുകളെല്ലാം താഴെയിട്ട് വീഴ്ചകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കേട്ട ഉടനെ ഗൗരി പറഞ്ഞു, സാർ, ഇതിനകത്ത് ആളുണ്ടെന്ന് തോന്നുന്നു, പ്ലേറ്റിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ACP സാറും പറഞ്ഞു, ശരിയാണ്, ഇതിനകത്ത് ആരോ കുടുങ്ങിയിട്ടുണ്ട്, നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ വേഗം മഹി പറഞ്ഞു, അയ്യോ, ഈ റൂം ലോക്ക്ഡ് ആണല്ലോ സാറേ. അപ്പോഴാണ് സെക്യൂരിറ്റി ഇവിടെ ഉണ്ട് എന്ന് അറിയിച്ചത്. സെക്യൂരിറ്റി ഈ വാതിക്കലുണ്ടല്ലോ, ആ സെക്യൂരിറ്റി കയ്യിൽ നിന്ന് നമുക്കിതിന്റെ കീ മേടിക്കാം എന്ന് ACP സാർ അറിയിച്ചു. ഈ സമയത്ത് ഗംഗ എങ്ങനെയും രക്ഷിക്കണം അച്ഛാ, നമുക്ക് ഗംഗയെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം അച്ഛാ, ഗംഗയെ നമുക്ക് കാണണം, ഇത് തുറക്കച്ചാ എന്നല്ല മാളു പറഞ്ഞുകൊണ്ടിരുന്നു. ഉടനെ തന്നെ മഹി പറഞ്ഞു, മോള് ധൈര്യമായിട്ടിരിക്കെ, ഗംഗയ്ക്കൊന്നും സംഭവിക്കില്ല, അച്ഛൻ വേഗം പോയി ആ കീ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ മാളുവിനെ നിർത്തിയിട്ട് മഹി വേഗം സെക്യൂരിറ്റിക്ക് അരികിലേക്ക് ഓടുന്നു. സെക്യൂരിറ്റിയുടെ അരികിലേക്ക് മഹി ഓടി പോകുന്നത് കണ്ടതോടെ അവിടെ നിന്ന് രാഹുൽ സന്തോഷിച്ചു. എന്തായാലും ഇനി ഗംഗയെ കണ്ടെത്തിയാലും പ്രശ്നമൊന്നും തന്നെയില്ല. ഇതിനോടകം ഗംഗ മരണപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഇത്രയും തണുപ്പൊന്നും ഒരു മനുഷ്യജീവിക്കും അതിജീവിക്കാനാവില്ല. അതുകൊണ്ട് ഇനി ഗംഗയെ കണ്ടെത്തിയാലും പ്രശ്നം തന്നെയില്ല എന്ന് രാഹുൽ സമാധാനപ്പെടുത്താൻ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് മഹി കീയുമായി ഓടിയെത്തി. ഈ സമയത്ത് ഗൗരിയുടെ ആത്മാവ് ഗംഗയ്ക്കരികിലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഗംഗയെ മഹിയത്തിനെത്തി, ഇപ്പൊ നിന്നെ രക്ഷിക്കും. ഈ സമയത്ത് വാതിൽ തുറന്നകത്തേക്ക് കയറിയ മാളുവും മഹിയും ACP സാറും സെക്യൂരിറ്റിയും രാഹുലും ഒക്കെ ആ കാഴ്ച കണ്ടു ഞെട്ടി. അവിടെ മരവിച്ച് കിടക്കുന്ന നിലത്ത് ആ തറയിൽ കിടക്കുന്ന ഗംഗയെ കണ്ടതും ഞെട്ടലോടെ
മാളൂട്ടി അച്ഛ ഗംഗ എന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടി ഗംഗയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി. മഹി ഗംഗയെ ചേർത്ത് തന്റെ മടിയിലേക്ക് ചേർത്ത് ഗംഗയുടെ തല വെച്ചുകൊണ്ട് ഗംഗയെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. ഗംഗ ബോധം കെട്ട് കിടക്കുന്നത് കണ്ട് മഹി ആകെ നിരാശയിലായി. ഗംഗ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് കുറെ തവണ മഹി വിളിച്ചിട്ടും ഗംഗയ്ക്ക് യാതൊരു അനക്കവുമില്ല. ഈ കാഴ്ച കണ്ട് രാഹുൽ വലിയ സന്തോഷിച്ചു. എന്തായാലും ഇനി ഗംഗയുടെ ആത്മാവ് മാത്രമേ വിളി കേൾക്കൂ, അല്ലാതെ ഗംഗ ഒരിക്കലും മഹിയുടെ വിളി കേൾക്കാൻ പോകുന്നില്ല. ഗംഗയുടെ കഥ കഴിഞ്ഞു, ഇനി അവളെ വിളിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ മഹിയോട് മറുപടി പറയും പോലെ രാഹുൽ മനസ്സിലങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗംഗയ്ക്ക് യാതൊരു അനക്കമില്ലാത്തതിന്റെ ടെൻഷനിൽ മഹിയും മാളവും മാറി മാറി ഗംഗയെ വിളിച്ചുകൊണ്ടിരുന്നു. ഗംഗ ഈ സമയത്ത് ബോധം കെട്ടി കിടക്കുന്നത് കണ്ട് തൊട്ടരികിലിരുന്ന മാളൂട്ടി ഗംഗയെ എന്ന് വിളിക്കുകയും അപ്പുറത്ത് മാറി കിടക്കുന്ന ഫ്രീക്കിയെ നോക്കി ഫ്രീക്കി എന്നും മാളൂട്ടി വിളിച്ചു. ഈ സമയത്ത് മഹി ആകെ ഞെട്ടലോടെ ഗംഗയെ ചേർത്ത് പിടിച്ച് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഗംഗയുടെ വിരലുകൾ മഹിയുടെ കാലിൽ നിന്ന് പതുക്കെ അനങ്ങുന്നത് കണ്ടു. മഹി വേഗം ഗംഗ എഴുന്നേക്ക് ഗംഗയെന്ന് വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോഴേക്കും അരികിൽ നിന്ന് ഐസിപി സാർ പറഞ്ഞു, മഹി ഇനി വെച്ച് നിൽക്കണ്ട, നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാം. അത് കേട്ട ഉടനെ രാഹുലും പറഞ്ഞു, അതെ ഏട്ടാ, നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അത് കേട്ട മഹി പറഞ്ഞു, ശരി, നമുക്കിപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞ് നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് മഹി വേഗം ഗംഗയെ വാരിയെടുത്തുകൊണ്ട് വേഗം ആ കാറിനരികിലേക്ക് ഓടി. ഈ സമയത്ത് മാളൂട്ടി തനിച്ച് ആ റൂമിൽ തന്നെ ഇരുന്നു. ഫ്രീക്കി എന്ന് വിളിച്ച് ഫ്രീക്കിയുടെ അരികിൽ ചെന്ന് ഫ്രീക്കിയെ വിളിച്ചു നടത്താനായി ശ്രമിച്ചു. ഫ്രീക്കി എത്ര വിളിച്ചിട്ടും ഫ്രീക്കി എഴുന്നേക്കാതെ തന്നെ നിരാശയിലായിരുന്നു മാളൂട്ടി. ആകെ സങ്കടപ്പെട്ട് മാളൂട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ അരികിലേക്ക് ABCP സാർ എത്തി. മോളെ, നമുക്ക് പോകണ്ടേ, ഗംഗയെ രക്ഷിക്കണ്ടേ? ഫ്രീക്കി മരിച്ചുപോയി, അവൻ ഇനി വിളി കേൾക്കില്ല, വാ നമുക്ക് പോകാം മോളെ, ഇനിയും വൈകിയ ഗംഗയുടെ ജീവനും ആപത്താവും, നമുക്ക് പോകാം എന്ന് പറഞ്ഞതും ഗംഗയെ രക്ഷിക്കണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചത് കേട്ട് മാളൂട്ടി ആകെ വിഷമത്തോടെ അദ്ദേഹത്തോടൊപ്പം ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗംഗയെയും അവിടുന്ന് മഹി കൊണ്ടുപോയതിന്റെ ആശ്വാസത്തിൽ ഗൗരിയുടെ ആത്മാവും അവിടുന്ന് മടങ്ങി. ഇതിനുശേഷം മഹി എത്രയും വേഗം ഗംഗയെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വേഗം ഹോസ്പിറ്റലിലേക്ക് വന്നെത്തുന്നു. ഗംഗയെ ICUലേക്ക് കയറ്റി ഡോക്ടേഴ്സ് വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ മാളു ആകെ സങ്കടത്തോടെ മഹിയോട് ചോദിച്ചു, അച്ഛാ ഗംഗയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചതും മഹി പറഞ്ഞു, ഇല്ല മോള് പേടിക്കണ്ട, ഗംഗയ്ക്ക് ഒരാപത്തും ഉണ്ടാവില്ല, ഗംഗ ഉടനെ തന്നെ നമുക്ക് അരികിലേക്ക് വരും എന്ന് പറഞ്ഞ് മാളൂട്ടിനെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴാണ് കൈലാസത്തിലെ ദേവയാനിയും ഹൈമവതിയും ശ്രേയയും കൂടി ഗംഗ ഇതോടകം മരിച്ചു എന്ന ആ ഒരു സന്തോഷ വാർത്ത അറിയാനായി കാത്തു നിൽക്കുന്നത്. ശ്രേയ പറഞ്ഞു, ഇനി അവളുടെ കാര്യം ഓർത്ത് നമ്മൾ ആരും ടെൻഷൻ ആവേണ്ടതില്ല, അവൾക്ക് ഇതിൽ കൂടുതൽ നേരമൊന്നും അതിനുള്ളിൽ കഴിയാനാവില്ല, അതുകൊണ്ട് അവൾ തീർച്ചയായിട്ടും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ഇനി എത്രയും വേഗം മഹീറിനുമായിട്ടുള്ള എൻ്റെ വിവാഹം നടത്തണം. അത് കേട്ട ഹൈമോരി പറഞ്ഞു, അതേ നാഥുനെ, ഇനി അധിക ആർഭാടത്തോടെയുള്ള വിവാഹമൊന്നും നടത്തണമെന്നില്ല, ഒരു ചെറിയൊരു ചടങ്ങ് മാത്രം, ഒരു താലികെട്ട്, അത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു താലികെട്ട് മാത്രം മതി. അത് കേട്ട ശ്രേയ പറഞ്ഞു, വിവാഹമൊക്കെ അങ്ങനെ ആയാലും മതി, പക്ഷേ അതിനുശേഷമുള്ള ആ റിസപ്ഷൻ ഉണ്ടല്ലോ, അത് വളരെ ഗംഭീരമായിരിക്കണം, ഈ നാട്ടിലുള്ളവരെ എല്ലാവരെയും വിളിക്കണം, വളരെ കാത്തിരുന്നിട്ടാണെങ്കിലും വൈകിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ചുവെന്നും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നുവെന്നും എല്ലാവരും അറിയണം, അതുകൊണ്ട് അങ്ങനെ ഒരു ചടങ്ങ് ഉടനെ തന്നെ ഉണ്ടാവണമെന്ന് ശ്രേയ ഹൈമോദിയോട് പറഞ്ഞു. അത് കേട്ട ഹൈമോദി പറഞ്ഞു, എല്ലാം നടത്താൻ മോളെ, നീ വിഷമിക്കാതെ, അതിന് അല്പം കൂടി കാത്തിരിക്കണം. എന്താ ശ്രേയ ഇപ്പോൾ ഗംഗയുടെ അവസ്ഥയെന്ന് നമുക്കറിയണ്ടേ, അതിനുശേഷം ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം എന്ന് ഹൈമവതി ശ്രേയോട് അറിയിച്ചു. ഈ സമയത്ത് മഹി ആകെ ടെൻഷനോടെ ഇരിക്കുമ്പോൾ മഹിക്കരികിലേക്ക് ACP എത്തിയിട്ട് പറഞ്ഞു, അതെ, ഗംഗ ആ കോൾഡ് സ്റ്റോറേജിൽ അകപ്പെട്ടതിന് പിന്നിൽ ആരുടെയെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകുമോ എന്നെനിക്ക് സംശയമുണ്ട്. അല്ല, ഗംഗയ്ക്ക് പ്രത്യേകിച്ച് ആരെങ്കിലും ശത്രുക്കളോ മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മഹി പറഞ്ഞു, ഇല്ല സാർ, അങ്ങനെ ഗംഗയ്ക്ക് ആരും ശത്രുക്കളായിട്ട് എൻ്റെ അറിവിലില്ല, അങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു സ്വഭാവക്കാരിയല്ല ഗംഗയുടെ മനസ്സിൽ എല്ലാവർക്കും നന്മയുണ്ടാകണമെന്നും എല്ലാവർക്കും നല്ലത് തന്നെ സംഭവിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് മഹി ACP സാറിനോട് അറിയിച്ചു. അത് കേട്ടതും ACP സാർ പറഞ്ഞു, പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മഹിയോട് ACP സാറ് പറയുമ്പോൾ രാഹുൽ പറഞ്ഞു, സാർ, ഇതിനിപ്പോൾ ആള് മാറി ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതാണെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല, അങ്ങനെ ആള് മാറിയതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് ഗംഗയെ തന്നെ പിടിക്കാനായിട്ട് ഗംഗയുടെ മരണം അത് ഉറപ്പുവരുത്തുക എന്നത് മാത്രമാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തതിന് പിന്നിലുള്ളവരുടെ ഉദ്ദേശം. അതുകൊണ്ട് ഇത് ഗംഗയെ തന്നെ കൃത്യമായി അവർ സ്കെച്ച് ചെയ്ത് തന്നെ നടത്തിയ കാര്യങ്ങളാണ്, അത് യാതൊരു സംശയവുമില്ല എന്നും അദ്ദേഹം അറിയിച്ചു.
അതുകൊണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഉടനെ കണ്ടെത്തണം. എന്തായാലും അന്വേഷണം തുടരുക തന്നെയാണ്. ഗംഗയ്ക്ക് എങ്ങനെ ഇത് സംഭവിച്ചു, ആരിത് ചെയ്തു എന്ന് ഉടനെ തന്നെ നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും. ഉടനെ തന്നെ അത് കണ്ടെത്തുകയും ചെയ്യും എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് അങ്ങനെ മഹി നിൽക്കുകയും ഇനി അങ്ങനെ ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന സംശയത്തോടെ നിൽക്കുമ്പോൾ മഹിയോട് അദ്ദേഹം ചോദിച്ചു, അല്ല ഇനി വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ശത്രുതയുണ്ടോ? അത് കേട്ട മഹി പറഞ്ഞു, ഇല്ല, വീട്ടിലങ്ങനെ ആർക്കും ശത്രുതയൊന്നും ഇല്ല എന്ന് മഹി മറുപടി നൽകി. ഈ സമയത്താണ് അവിടേക്ക് സി ഐ സാറ് എത്തിയത്. ACP സിയെ കണ്ടതും, അതെ, തന്നെ ഞാൻ ഇവിടേക്ക് വിളിപ്പിച്ചെന്നറിയാവോ എന്ന് ചോദിച്ചതും അദ്ദേഹം അറിയാം സാർ എന്ന് പറഞ്ഞു. എന്തറിയാനാ താനീ പറയുന്നത്? നിങ്ങളുടെ കൃത്യവിരോപണം കൊണ്ട് ഇന്ന് ഒരു പെൺകുട്ടിയുടെ ജീവൻ ആപത്ത് സംഭവിക്കുമായിരുന്നു. ഇന്ന് നിങ്ങൾ കൃത്യമായി അന്വേഷണം നടത്താതിരുന്നത് കൊണ്ടാണ് ഇത്രയേറെ പ്രശ്നങ്ങളിലേക്ക് എത്തിയത്. കുറച്ചുകൂടി സമയം പോയിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമാകുമായിരുന്നു. ഇവർക്ക് ആ പെൺകുട്ടിയുടെ ജീവൻ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? നഷ്ടമായ പെൺകുട്ടിയെ നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ കഴിയുമായിരുന്നോ എന്ന് ACP ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ലാതെ തലകുനിച്ച് നിൽക്കുകയാണ് CA. ആ സമയത്ത് ACP പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് കൃത്യമായിട്ട് ജോലി ചെയ്യാതെ അവിടെ പരാതിയുമായി എത്തുന്ന ആളുകളെ മറ്റു പല രീതിയിലും അവരെ ഇതിൻ്റെ തെറ്റുകാരാക്കി മാറ്റാനും അവരെ പ്രതിയാക്കാനും ശ്രമിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള പോലീസ് ഓഫീസേഴ്സിൻ്റെ ഇത്തരത്തിലുള്ള കൃത്യമായി ഡ്യൂട്ടി ചെയ്യാതെയുള്ള നിങ്ങളുടെ പ്രവൃത്തികളാണ് ജനങ്ങൾക്ക് പോലും ഈ പോലീസ് സേനയോട് അവിശ്വാസം തോന്നാനുള്ള കാരണം എന്ന് ACP സാർ അറിയിച്ചു. ഇതെല്ലാം കേട്ടതും മഹി അരികിലേക്ക് വന്ന് പറഞ്ഞു, സാറ് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഗംഗയെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല സാർ. ഞാൻ അപ്പോൾ തന്നെ ഇദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഗംഗയുടെ മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തി അങ്ങനെ ഗംഗയെ തിരയാമെന്ന്. പക്ഷേ അതിനൊന്നും ഇദ്ദേഹം മുതിർന്നില്ല എന്ന് മഹി അറിയിച്ചു. അത് കേട്ടതോടെ ACP സാർ പറഞ്ഞു, എന്തായാലും താങ്കൾ ചെയ്ത ഡ്യൂട്ടിക്കുള്ള കൃത്യമായ ഡ്യൂട്ടി ചെയ്തതിനുള്ള പാരിതോഷികം എൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞ് സസ്പെൻഷൻ ഓർഡർ അദ്ദേഹം ACP സിയുടെ കയ്യിലേക്ക് നൽകുന്നു. ഇത് കണ്ട CA പറഞ്ഞു, സാർ ഇത്തവണത്തേക്ക് എന്നോടൊന്ന് ക്ഷമിക്കണം സാർ എന്ന് പറഞ്ഞതും CA സാറ് അങ്ങനെ പറഞ്ഞത് കേട്ട് ACP പറഞ്ഞു, ഒരു ക്ഷമയും താൻ അർഹിക്കുന്നില്ല. എന്തായാലും കുറച്ച് ദിവസം ജോലിയിൽ നിന്ന് മാറി നോക്ക്, അപ്പോൾ അറിയാം എന്താണ് എങ്ങനെ ജോലി ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ. ആദ്യം താനത് മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ സസ്പെൻഷൻ ഓർഡർ കൊടുക്കുന്നു. അദ്ദേഹം അതും വാങ്ങിച്ച് അവിടെ നിന്ന് മടങ്ങി. അതിനുശേഷം ACP പറഞ്ഞു, എന്തായാലും മഹി, ഈ അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇതെങ്ങനെ സംഭവിച്ചു, ഇതിന് പിന്നിൽ ആരാണെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ കണ്ടെത്തലും അന്വേഷണവും പിന്നാലെ ഉണ്ടാകും. എന്നാൽ ഞാനിപ്പോൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് മഹിയോട് യാത്ര പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി. അദ്ദേഹം പോയി കഴിയുമ്പോഴേക്കും രാഹുൽ മഹിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, മഹിയുടെ, ഞാൻ എന്തായാലും വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെയുള്ളവരെല്ലാം ഏട്ടത്തിക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ വിഷമിച്ചിരിക്കുകയല്ലേ, ഞാൻ ചെന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വരാം, ഉടനെ തന്നെ എത്താം എന്ന് പറഞ്ഞതും, കുഴപ്പമില്ല, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് മഹി രാഹുലിനോട് പറയുന്നു. അങ്ങനെ രാഹുൽ അത് കേട്ടുകൊണ്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ദേവയാനിയും ഹൈമവതിയും രാഹുലിനെ വിളിച്ച് വിവരം അറിയാനായി ശ്രേയയോട് രാഹുലിൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ അറിയിച്ചു. ശ്രേയ രാഹുലിൻ്റെ ഫോണിലേക്ക് ഡയൽ ചെയ്തെന്നും രാഹുൽ കോൾ എടുക്കാതായതോടെ ശ്രേയ ആകെ നിരാശയോടെ പറഞ്ഞു, അവൻ കോൾ എടുക്കുന്നില്ലല്ലോ, അവൻ എന്താ ഫോൺ എടുക്കാത്തത് എന്ന് സംശയത്തുടങ്ങാൻ നിൽക്കുമ്പോൾ രാഹുലിൻ്റെ കാറ് വന്ന് മുറ്റത്ത് നിൽക്കുന്നത് കണ്ടു. അവൻ എത്തിയല്ലോ എന്ന് ശ്രേയ പറഞ്ഞു. ഉടനെ തന്നെ എല്ലാവരും വാതിക്കലേക്ക് നോക്കി. അപ്പോഴേക്കും ശ്രേയ വാതിക്കലേക്ക് നോക്കുമ്പോൾ രാഹുൽ കാറിൽ നിർത്തി പുറത്തേക്ക് ഇറങ്ങി. രാഹുൽ ആകെ നിരാശയോടെ വരുന്നത് കണ്ട് ഹൈമവതി ദേവയാനിയും വലിയ പ്രതീക്ഷയോടെ ചോദിച്ചു, എന്താ ഈ ഗംഗയുടെ കാര്യം, എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിച്ചതും രാഹുൽ പറഞ്ഞു, അമ്മേ, ഒരു ബാഡ് ന്യൂസ് ആണ്, ഗംഗ രക്ഷപ്പെട്ടു. അത് കേട്ട ഉടനെ എല്ലാവർക്കും ആകെ നിരാശയായി. അതെങ്ങനെ, അവളെങ്ങനെ രക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചതും രാഹുൽ പറഞ്ഞു, ഇത്രയും നേരം ഒരു കുഞ്ഞിന് പോലും അവിടെ ആ കോൾഡ് സ്റ്റോറേജിനുള്ളിൽ അതിജീവിക്കാൻ കഴിയില്ല. പക്ഷേ അവളുടെ ആയുസ് എന്ന് പറഞ്ഞാൽ അത് വളരെ അതിശയകരമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ഞരക്കം മാത്രമേ അവൾക്ക് അവശേഷിച്ചിരുന്നുള്ളൂ. അവളിപ്പോൾ ഹോസ്പിറ്റലാണ് എന്ന് രാഹുൽ അറിയിച്ചു. ഇതോടെ കൈമൂരി പറഞ്ഞു, എന്തൊരു ആയുസ അവൾക്ക്, ഏതൊക്കെ രീതിയിൽ നമ്മൾ അവളെ ഇല്ലാതാക്കാൻ നോക്കി, എന്നിട്ടും മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ഇനമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു ജന്മം, ഏതൊക്കെ രീതിയിൽ നമ്മൾ അവളെ ഇല്ലാതാക്കാൻ നോക്കിയതാണ്, എന്നിട്ടും ഭയങ്കര ആയുസ് തന്നെ അവൾക്ക് എന്ന് ഹൈമവതി ഗംഗയെക്കുറിച്ച് എല്ലാവരോടും പറയുമ്പോൾ അത് കേട്ട് അത് ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് തല കുലുക്കി രാഹുലും അരികിൽ നിന്നു.